ഖുർആൻ പറഞ്ഞ കഥകൾ 112 ഭാഗം. 2 പെൺകുട്ടികൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പതിവിലും നേരത്തെ വീട്ടിലെത്തിയ ഈ 2 പെൺകുട്ടികൾ ജലാശയത്തിന്റെ അടുത്ത് നടന്ന സംഭവങ്ങൾ തങ്ങളുടെ പിതാവിനോട് വിശദീകരിച്ചു. ഇതുപോലൊരു നല്ല ചെറുപ്പക്കാരനെ അവർ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. നല്ല ആരോഗ്യദൃഢഗാത്രനായ ചെറുപ്പക്കാരൻ, സുന്ദരനാണ്, സുശീലനാണ്, യാതൊരു ദുരുദ്ദേശവുമില്ലാത്ത വളരെ നല്ല ഒരു ചെറുപ്പക്കാരൻ. ഈ ഒരു ചിത്രമാണ് പെൺകുട്ടികൾ തങ്ങളുടെ പിതാവിന് മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ 2 പെൺകുട്ടികളെ അദ്ദേഹം സഹായിച്ചു, ഒരു ദുരുദ്ദേശവുമില്ലാതെ. എന്നിട്ട് അദ്ദേഹം മറ്റു വർത്തമാനങ്ങൾക്കൊന്നും നിൽക്കാതെ മരത്തണലിൽ പോയി പ്രാർത്ഥിക്കുന്നു പടച്ച തമ്പുരാനോട്, കൂടുതൽ നന്മ ചെയ്യാൻ അവസരം തരേണമേ എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. പടച്ചവനെ, നീ എനിക്ക് നൽകിയ ഏതൊരു നന്മയും ഏതൊരു നല്ല കാര്യത്തിനും ഏറെ ആവശ്യമുള്ളവനാണ് ഞാൻ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. സൂറത്തുൽ ഖസസ് 24-ാമത്തെ ആയത്ത്. പിന്നീട് തൊട്ടടുത്ത ആയത്ത് ആ പ്രാർത്ഥനക്കുള്ള ഉത്തരം അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നന്മ ചെയ്യാനുള്ള ഒരു അവസരമായി അദ്ദേഹത്തിന് നൽകുകയാണ്. അതാണ് 25-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് ഫജാഅതുഹു ഇഹ്ദാഹുമാ. ആ 2 പെൺകുട്ടികളിൽ ഒരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഫ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ, അല്ലെങ്കിൽ അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനക്ക് ഉത്തരമെന്നോണം ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ. വളരെ മാന്യയായി, നാണത്തോടുകൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു പെൺകുട്ടി തിരിച്ചു വരുന്നു. 2 പെൺകുട്ടികളാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഈ 2 പെൺകുട്ടികളും തിരിച്ച് പിതാവിന്റെ അടുത്തു ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്ര മാന്യനായ, അത്ര നല്ലവനായ ചെറുപ്പക്കാരനാണെങ്കിൽ അവനെ എനിക്ക് കാണണം. അവൻ ചെയ്ത സൽക്കർമ്മത്തിന് എന്തായിരുന്നാലും നല്ല പ്രതിഫലം നൽകിയേ മതിയാകൂ. അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ പോയിട്ട് അവനെ പോയി വിളിച്ചു കൊണ്ടുവരൂ. സ്വാഭാവികമായും ഈ ചെറുപ്പക്കാരനോട് കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയ ഈ സഹോദരിമാരിൽ ഒരാൾ ലജ്ജയോടുകൂടി വളരെ മാന്യമായി വരികയും, ഇവിടെ ഖുർആൻ അത് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. പെൺകുട്ടി ഒറ്റക്കാണ്, ഒരു ചെറുപ്പക്കാരന്റെ അടുത്തേക്കാണ് വരുന്നത്. പക്ഷേ വളരെ ലജ്ജയോടുകൂടി വളരെ മാന്യമായി ഇട്ടാണ് ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരനോട് സംസാരിക്കുന്നത്. ചെറുപ്പക്കാരനാവട്ടെ അതിനേക്കാൾ മാന്യതയോടുകൂടിയാണ് മറുപടിയും പറയുന്നത്. ഫജാഅതുഹു ഇഹ്ദാഹുമാ തംശി അലാ ഇസ്തിഹ്യാ. വളരെ ലജ്ജാവതിയായിക്കൊണ്ട് അവരിലൊരാൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. ഖാലത്ത്, എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇന്ന അബീ യദ്ഊക്. എന്റെ ഉപ്പ താങ്കളെ വിളിക്കുന്നു. ലിയജ്സിയക അജ്റ മാ സഖൈത ലനാ. താങ്കൾ ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നല്ലോ, ഞങ്ങളുടെ ആട്ടിൻ പറ്റത്തിന് താങ്കൾ വെള്ളം കുടിപ്പിച്ചല്ലോ. അപ്പോൾ ഞങ്ങളുടെ ആടുകൾക്ക് വെള്ളം കുടിപ്പിച്ച ആ കർമ്മം ചെയ്തതിനാൽ, ഞങ്ങൾക്ക് വെള്ളം കോരിത്തന്നതിനാൽ അതിന് പ്രതിഫലം നൽകാൻ ഞങ്ങളുടെ പിതാവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം താങ്കളെ വിളിക്കുന്നു.
ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം എന്താണ് അതിന് മറുപടി പറഞ്ഞത് എന്നൊന്നും ഇവിടെ ഖുർആൻ വിശദീകരിക്കുന്നില്ല. സ്വാഭാവികമായും മൂസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഒരു ഉത്തരമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്കിതാ ഈ കുടുംബത്തിന് കൂടുതൽ സേവനം ചെയ്യാൻ ഒരുപക്ഷെ അവസരം ലഭിച്ചേക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഈ വന്നു പറഞ്ഞ ഓഫർ, അദ്ദേഹത്തിന് നൽകിയ ഈ ഓഫർ അദ്ദേഹം സ്വീകരിക്കുകയാണ്. മുമ്പ് നാം സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലേക്ക് നിയോഗിച്ച ശുഐബ് നബി ആയിരിക്കാം അലൈഹിസ്സലാം. നമുക്ക് കൃത്യമായി ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ തെളിവുകളില്ല എന്ന് മാത്രം. പക്ഷെ അങ്ങനെ പല തഫ്സീറുകളിലും പല ചരിത്രഗ്രന്ഥങ്ങളിലും ഒക്കെ കാണാം. അപ്പോൾ സ്വാഭാവികമായും വളരെ സാത്വികനായ, പണ്ഡിതനായ, ഒരുപക്ഷെ പ്രവാചകനായ അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരനെ കുറിച്ച വിവരണത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വല്ലാത്ത മതിപ്പ് തോന്നിയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ എനിക്ക് കാണണം, അദ്ദേഹം ചെയ്ത ഈ സേവനത്തിന് പ്രതിഫലം കൊടുക്കണം, നന്ദി കാണിക്കണം എന്നൊക്കെ നിശ്ചയിച്ചുറച്ചിട്ടാണ് ഒരു മകളെ അദ്ദേഹം ഈ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക്, ചെറുപ്പക്കാരന്റെ അടുത്തേക്ക് വിടുന്നത്. ലിയജ്സിയക അജ്റമാ സഖൈത ലനാ, താങ്കൾ ചെയ്തതിന് കൂലി തരാൻ, പ്രതിഫലം തരാൻ. ഈ അവസരം സ്വാഭാവികമായും മൂസാ നബി അലൈഹിസ്സലാം സ്വീകരിക്കുന്നു. അങ്ങനെ അദ്ദേഹം ഈ പിതാവും 2 പെൺകുട്ടികളുമുള്ള വീട്ടിലേക്ക് കടന്നു വരുന്നു. പിതാവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഈ 2 പെൺകുട്ടികളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. ഫലമ്മാ ജാഅഹു വഖസ്സ അലൈഹിൽ ഖസസ്, അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തിയപ്പോൾ ഈ വൃദ്ധനായ പെൺകുട്ടികളുടെ പിതാവിനോട് എല്ലാ കഥകളും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. തന്റെ ജനനം, ബനൂ ഇസ്രായേല്യർക്കെതിരെയുള്ള ഈജിപ്തിലെ ഭരണാധികാരിയായ ഫിർഔന്റെ ക്രൂരമായ സമീപനം, എന്നാൽ അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കൊട്ടാരത്തിൽ വളരാനുണ്ടായ സാഹചര്യം, അതിന്റെ സൗഭാഗ്യം. പക്ഷേ പിന്നീട് ഇസ്രായേലിയും ഖിബ്തിയും തമ്മിലുള്ള തർക്കത്തിൽ ദൗർഭാഗ്യവശാൽ ഇടപെടാനുണ്ടായ സാഹചര്യം, അങ്ങനെ അതിലൊരാൾ വധിക്കപ്പെടാനുണ്ടായ സാഹചര്യം, പിറ്റേന്നും ഇത്തരത്തിലുള്ള ഒരു സംഭവം ആവർത്തിച്ചപ്പോൾ ഈ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ആളെ സമൂഹത്തിൽ വ്യക്തമാകാൻ, സമൂഹത്തിന് എല്ലാവർക്കും അറിയാനുണ്ടായ സാഹചര്യം, അങ്ങനെ അദ്ദേഹത്തെ കണ്ടേടത്ത് വെച്ച് കൊല്ലാൻ ഫിറഔന്റെ കിങ്കരന്മാർ തീരുമാനിച്ച സാഹചര്യം, ഈ വിവരമറിഞ്ഞ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് വന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് അദ്ദേഹം ഓടി വന്ന് ധാരാളമായി കിലോമീറ്റർ കണക്കിന് യാത്ര ചെയ്ത് ഈ മദീനയിലെത്തിയ സാഹചര്യം, ഇതൊക്കെ അദ്ദേഹം വിശദീകരിച്ചു. വല്ലാത്ത ഒരു ഭയത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോന്നത്, അങ്ങനെ ദീർഘദൂരം യാത്ര ചെയ്തിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ആ സന്ദർഭത്തിലാണ് താങ്കളുടെ വളരെ കുലീനകളായ 2 പെൺമക്കളെ കാണാനും പരിചയപ്പെടാനുമൊക്കെ അവസരമുണ്ടായത്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിശദമായി പറഞ്ഞു. വഖസ്സ അലൈഹിൽ ഖസസ്. കഥ മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടികളുടെ വൃദ്ധനായ പിതാവ് പറഞ്ഞു, ഖാല ലാ തഖഫ് നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അദ്ദേഹം മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ടതില്ല, നീ ഇപ്പോൾ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ നിനക്ക് ഫിർഔനെയോ ഫിർഔന്റെ കിങ്കരന്മാരെയോ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. നജൗത മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളായ
ജനതയിൽ നിന്ന് തീർച്ചയായും താങ്കൾ രക്ഷപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ വിഷയത്തിൽ ഇനി യാതൊരു ആശങ്കയും പേടിയും വേണ്ടതില്ല എന്ന് ഈ പെൺകുട്ടികളുടെ പിതാവ് അദ്ദേഹത്തോട് പറയുന്നു. അങ്ങനെ അദ്ദേഹം ആ വീട്ടിലെ ഒരു അതിഥിയായി അവിടെ നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഖുർആൻ പിന്നീട് പറയുന്നത് 26-ാമത്തെ ആയത്തിൽ, ഖാലത്ത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർഹു, പെൺകുട്ടികൾ, രണ്ട് പെൺകുട്ടികളിൽ ഒരാൾ ഉപ്പയോട് വന്ന് പറഞ്ഞു, പുന്നാര ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട പിതാവേ, ഇദ്ദേഹത്തെ നമുക്ക് കൂലിക്കാരനായി, ജോലിക്കാരനായി, വേലക്കാരനായി നിശ്ചയിക്കാം. ഇന്ന ഖൈറ മനിസ്തഅ്ജർതൽ ഖവിയുൽ അമീൻ, തീർച്ചയായും നമ്മൾ ജോലിക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, ജോലി ചെയ്യാൻ കഴിവുള്ളവനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം. അപ്പോൾ ജോലിക്ക് വെക്കുമ്പോൾ, വേലക്ക് വെക്കുമ്പോൾ, കൂലിക്ക് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് ഗുണങ്ങളും, ഒന്ന് ഖുവ്വത്തും മറ്റൊന്ന് അമാനത്തും. ഇത് രണ്ടും ഈ ചെറുപ്പക്കാരനിലുണ്ട്. അതുകൊണ്ട് ഉപ്പ, അദ്ദേഹത്തെ നമുക്കിവിടെ താമസിപ്പിക്കാം, അദ്ദേഹത്തെ നമുക്ക് ജോലിക്കാരനായി നിശ്ചയിക്കാം. ഇത് ആ പെൺകുട്ടിക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ കല്യാണം കഴിച്ചു തരണം എന്ന് പറഞ്ഞതിന്റെ ഒരു സൂചനയായിട്ട് മനസ്സിലാക്കാം എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. നേർക്കുനേരെ അദ്ദേഹത്തെ എനിക്ക് കല്യാണം കഴിച്ചു തരണം എന്ന് പറയുന്നതിന് പകരം, ഉപ്പ, നമുക്കെന്തുകൊണ്ട് അദ്ദേഹത്തെ ഇവിടെ പിടിച്ചു നിർത്തിക്കൂടാ? അദ്ദേഹം വളരെ ശക്തിമാനാണ്, ഏത് ജോലിയും ചെയ്യാൻ കഴിവുള്ളവനാണ്, എന്നാൽ വിശ്വസ്തനുമാണ്. അദ്ദേഹവുമായിട്ടുള്ള ഇടപഴകലിൽ, പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ മാന്യനായ, വളരെ നല്ലവനായ, നല്ല സ്വഭാവശീലമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ എടുത്തുകൂടാ? ഇതായിരുന്നു ആ പെൺകുട്ടിയുടെ നിർദ്ദേശം തന്റെ പിതാവിനോട്. ഈ നിർദ്ദേശത്തിലടങ്ങിയിട്ടുള്ള, അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ആളെ കല്യാണം കഴിച്ച് തരാം എന്ന് ഉപ്പയോട് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നും ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ പല ആളുകളും അഭിപ്രായപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ വിശ്വസ്തതയും കണ്ട് ഇഷ്ടപ്പെടുകയായിരുന്നുവല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. അങ്ങനെ ഖദീജ റളിയല്ലാഹു അൻഹയാണല്ലോ കല്യാണത്തിന്റെ പ്രപ്പോസൽ, നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെക്കുന്നത് തന്റെ അടുത്ത ആളുകൾ മുഖേന. ഇതും അതുപോലെ തന്നെ ഈ പെൺകുട്ടി ഉപ്പയോട് പറയുന്നു, ഉപ്പ, നമുക്ക് അദ്ദേഹത്തെ ഇവിടെ വേലക്കാരനായി, ഇവിടെ നമ്മുടെ വീട്ടിൽ ജോലിക്കാരനായി നിശ്ചയിച്ചുകൂടെ? ആ ചോദ്യത്തിന്റെ മറുപടിയായി ഈ പെൺകുട്ടികളുടെ പിതാവ് മൂസാ നബി അലൈഹിസ്സലാമിനോട് സംസാരിക്കുന്നതായി ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദബ്നതയ്യ ഹാതൈൻ, എന്റെ ഈ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. അലാ അൻ തഅ്ജുറനി 8 ഹിജജ്, നീ എനിക്ക് 8 വർഷം വേല ചെയ്യണം, കൂലി പണി ചെയ്യണം. ഫഇൻ അസ്മംത 10 ഫമിൻ ഇൻദിക്, ഇനി അത് നീ 10 വർഷമാക്കുകയാണെങ്കിൽ അത് നല്ലത്, അത് നിന്റെ ഇഷ്ടം. വമാ ഉരീദു അൻ അശുഖ അലൈക്, നിനക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മിനിമം 8 വർഷം നീ ഇവിടെ ജോലി ചെയ്യണം. 10 വർഷമാണെങ്കിൽ അത് നല്ലത്, അത് നിന്റെ ഇഷ്ടം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, ഞാൻ
നല്ലവനാണ് എന്ന് നിനക്ക് മനസ്സിലാകും, നിനക്ക് കണ്ടറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരിക്കുന്നുവെങ്കിൽ, അനുഗ്രഹിക്കുന്നുവെങ്കിൽ എന്നിലെ നന്മ നിനക്ക് മനസ്സിലാക്കാം. ഇതായിരുന്നു ഈ പിതാവിന്റെ അഭ്യർത്ഥന. ഞാൻ എന്റെ മക്കളിൽ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം, നീ ഇവിടെ 8-10 വർഷം ഇവിടെ ജോലിക്കാരനായി നിൽക്കണം. ഇത് മഹറായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് എന്നൊക്കെ തഫ്സീറുകളിൽ കാണാം. അഥവാ ഇത് കല്യാണത്തിന്റെ ഒരു കോൺട്രാക്റ്റിന്റെ ഒരു നിബന്ധനയായിട്ട്, നീ ഇവിടെ 8-10 വർഷം ഇവിടെ ജോലി ചെയ്യണം, ഞാൻ എന്റെ മക്കളിൽ പെൺകുട്ടികളിൽ ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാം എന്ന് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഒരു നിബന്ധന കൂടിയായിരുന്നു എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അതിന് മറുപടി മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞത് ഖാല ദാലിക ബൈനി വ ബൈനക്, ശരി, ഇത് നമുക്കിടയിലുള്ള ഈ വ്യവസ്ഥ എഗ്രീഡ്, അംഗീകരിച്ചിരിക്കുന്നു. അയ്യുമൽ അജലൈനി ഖളൈതു ഫലാ ഉദ്വാന അലൈ, ഇതിലേത് 8 വർഷമാണെങ്കിലും 10 വർഷമാണെങ്കിലും ഞാൻ പൂർത്തിയാക്കുന്ന വിഷയത്തിൽ പിന്നീട് എന്നോട് കെറുവൊന്നും തോന്നരുത്, എന്നോട് വിഷമമൊന്നും ഉണ്ടാകരുത്. വല്ലാഹു അലാ മാ നഖൂലു വക്കീൽ, നമ്മൾ ഈ പറയുന്നതിന് അല്ലാഹു സാക്ഷിയാണ്. അഥവാ ഈ പ്രപ്പോസൽ, ഈ പെൺകുട്ടികളുടെ ഉപ്പ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന നിർദ്ദേശം അദ്ദേഹം അംഗീകരിക്കുന്നു. ശരി, 8 അല്ലെങ്കിൽ 10 വർഷം ഞാനിവിടെ നിങ്ങളുടെ ജോലിക്കാരനായി നിൽക്കാം, നിങ്ങളുടെ മക്കളിൽ ഒരാളെ എനിക്ക് കല്യാണം കഴിച്ചു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം ആ കണ്ടീഷൻ അംഗീകരിക്കുന്നു. അവരിൽ ഒരുപക്ഷെ നേരത്തെ ഖുർആൻ സൂചിപ്പിച്ച അവരിൽ ഒരാൾ, 2 സ്ഥലത്തും അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. ഖാലത്ത് ഇഹ്ദാഹുമാ ഫജാഅത്ത് ഇഹ്ദാഹുമാ, ഈ 2 പെൺകുട്ടികളിൽ ഒരാൾ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി അദ്ദേഹത്തിന് അടുത്തേക്ക് വന്ന് ഉപ്പതാങ്കളെ വിളിക്കുന്നു എന്ന് പറഞ്ഞ പെൺകുട്ടിയായിരിക്കും. സ്വാഭാവികമായും കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അദ്ദേഹം അവിടെ കുടുംബജീവിതം നയിക്കുന്നു. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലൂടെ മനസ്സിലാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.